ഹലോ, ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഡിഷാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതുണ്ടാക്കുന്നത് ഒരു ഫ്ലവറിൽ നിന്നാണ്. ഇതാണ് ഫ്ലവർ. ഇതാണ് അശോകപ്പൂ. നമ്മൾ അശോക മരത്തിൽ നിന്ന് കിട്ടുന്ന പൂവാണ് കേട്ടോ. ഈ പൂ ഭയങ്കര ഹെൽത്തിയാണ്. ഇതിൻ്റെ കുറുക്കാണ് ഞാൻ ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം അതിന് നമ്മൾ ഈ വാടിയ പൂ ഇതിൽ നിന്ന് മാറ്റണം. ഇത് നല്ല ഫ്രഷ് പൂ മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ സംഭവം ഉണ്ടല്ലോ തെറ്റിപ്പോവാന്ന് തോന്നരുത്. ഒരുപാട് പേർക്ക് ധാരണ ഉണ്ട്. ഞാൻ കാണിച്ചപ്പോൾ ആദ്യമേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോൾ ഇത് തെറ്റിപ്പൂവല്ല, ഇത് രണ്ടും ഒരേ കണക്കിരിക്കും കേട്ടോ. പക്ഷേ ഇത് അശോകപ്പൂവാണ്. കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമുക്ക് അത് ആ ഫോട്ടോ കാണുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. കണ്ടോ, ഇത് അശോകപ്പൂവാണ്. എന്നിട്ട് നമ്മൾ അതിനെ നല്ല ഓരോന്ന് കഴുകിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം, ക്ലീൻ ആക്കിയിട്ട്. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ട് നമ്മൾ തേങ്ങ, പിന്നെ നമ്മളെ കരിപ്പോട്ടി. ഈ കരിപ്പോട്ടി നമുക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യമേ മിക്സിക്കകത്ത് ഈ നമ്മളുടെ പൂവിനെ ഒന്ന് അടിച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതേസമയം നമുക്ക് ഈ കരിപ്പോട്ടി ഉരുക്കിയെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ കുറച്ചും കൂടെ കരിപ്പോട്ടി നിങ്ങൾക്ക് ഇടാം കേട്ടോ. പക്ഷെ നമുക്ക് മധുരം കുറവായതുകൊണ്ട് വീട്ടിൽ ഞാൻ മധുരം കുറച്ചാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കട്ട എടുത്തോളൂ. കരിപ്പോട്ടി നല്ല ഹെൽത്തിയാണ്, കുട്ടിയൊക്കെ കൊടുക്കാൻ വേണ്ടി, ശരീരം ഉറക്കുന്നതിനൊക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം മധുരത്തിന്, അവരോട് ഇഷ്ടം കണക്ക്. എന്നിട്ട് തേങ്ങാപ്പാലും ഉരുക്കിയ കരിപ്പോട്ടിയും നമ്മളുടെ ഫ്ലവറിൻ്റെ ബാറ്ററും അപ്പം നമുക്ക് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ നമ്മൾ ഈ അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ, നല്ലപോലെ. അപ്പം നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് ദ മിക്സിങ്. അതിനുശേഷം നമ്മൾ 3 ടീസ്പൂൺ അരിപ്പൊടി എടുക്കുക. ഓക്കെ, അരിപ്പൊടി എടുത്തിട്ട് ഈ പറഞ്ഞ നമ്മളുടെ ഫ്ലവർ എക്സ്ട്രാക്റ്റിലോട്ട് നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ കട്ട വരാൻ പാടില്ല, നല്ല കുറുക്കായിട്ട് വരുന്നതല്ലേ. അപ്പം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിൽ വരണം, കട്ടയൊന്നും വരാൻ പാടില്ല. ശേഷം നമ്മൾ തേങ്ങാപ്പാൽ നമ്മൾ എടുത്ത് വെച്ചില്ലേ, ആ തേങ്ങാപ്പാൽ ഈ മിക്സറിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ, കട്ടയൊന്നും വരാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നല്ലപോലെ കുറുക്കിയെടുക്കുന്ന കണക്കിരിക്കും ഇതെങ്ങനെ കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ ഉരുക്കിയ പാം ജാഗറി അല്ലെങ്കിൽ കരിപ്പോട്ടി, അതും കൂടെ ഇതിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. കരിപ്പോട്ടി നമ്മൾ ഒരു അരിപ്പ് കൊണ്ട് അരിച്ചെടുക്കാവുള്ളൂ കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണല്ലോ, കല്ലോ മണ്ണോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇത് കണക്ക്, അതുകൊണ്ട് നമ്മൾ ഉരിച്ചെടുക്കാവൂ. പിന്നെ ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക കേട്ടോ, ഒരു തുള്ളി ഉപ്പ് മതി. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇതെല്ലാം കൂടെ അടുപ്പത്താക്കിയിട്ട് ഒന്ന് കുറുക്കണം. ഒരു 15 മിനിറ്റ് ഇത് കുറുക്കണം കേട്ടോ. നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം. കാരണം തീ കൂടിയാലും അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനും കുറുക്ക് ഒരു കറക്റ്റ് കട്ട പിടിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് തന്നെ നമ്മൾ നിൽക്കണം. ഈ അശോകപ്പൂവിൻ്റെ പിറകിലൊരു കഥയുണ്ട് കേട്ടോ. ആ കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, പണ്ട് രാവണൻ സീതാദേവിയെ അടിച്ചുകൊണ്ട് വന്ന് ലങ്കയിൽ ഒളിപ്പിച്ചു വെച്ചില്ലേ, ആ സമയത്ത് സീതാദേവി ഈ അശോകമരത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് രാമനെ നോക്കിയിട്ട്. അപ്പോൾ ആ ഒരു വിഷമം സിംബലൈസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ വീട്ടിൽ വെച്ച് പിടിപ്പിച്ച ഈ ദുഃഖമാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പക്ഷേ എൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ ഇതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ഈ സംഭവത്തെ പറ്റി അറിയുന്നത്. അമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ, താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പം നല്ലപോലെ ഡെങ്കിയൊക്കെ വരുന്ന സീസണാണ്. അപ്പോൾ നമ്മൾ ഒരു 5:30 ആകുമ്പോഴേ ഇങ്ങനെ ഈ നമ്മൾ ജനലൊക്കെ അടയ്ക്കണം കേട്ടോ. ഞാനിവിടെ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റിക്വയർഡ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ഇങ്ങനെയാണ് ഇത് ഫൈനൽ ലുക്ക്, ഇങ്ങനെ കഴിക്കുക. ഓക്കെ, അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഹോം മെയ്ഡ് കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കുക കേട്ടോ. ബൈ.